ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം സീരിയലിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പിങ്കിയെ കൂട്ടിയിട്ട് നമ്മുടെ ഗൗതമാണെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തുകയാണ്. അവിടെ വെച്ച് ഗീതുവിനെ യാദൃശികമായിട്ട് കാണുന്ന പിങ്കി ശരിക്കും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അല്ല ഗീതു എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പം അത് ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ച് ഗൗതം അങ്ങോട്ട് വരികയാണ്. ഗൗതം എന്താ ഇപ്പൊ ഗീതുവിനോട് സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ച് നന്ദ അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയമാണെങ്കിലോ നമ്മുടെ ഗൗതം ഗീതുവിനെ കൊണ്ട് തന്നെ ആ കാര്യം അങ്ങ് പറയിപ്പിക്കുക. അത് നന്ദയുടെയും ഗൗതത്തിൻ്റെയും കുഞ്ഞിനെ ഏറ്റുവാങ്ങേണ്ടിയിരുന്ന ഗീതുവിനെ ആ സ്ഥലത്ത് നിന്നും മാറ്റിയിട്ട് പകരം അവിടെ ഒരു അവതാരമായിട്ട് നമ്മുടെ പിങ്കി വന്ന് കയറിയല്ലോ. അപ്പം ഈ കാര്യങ്ങൾ മുഴുവനും ഗൗതവും അതുപോലെ തന്നെ ഗീതുവും കൂടി നമ്മുടെ പിങ്കിയെ നിർത്തിക്കൊണ്ട് സംസാരിക്കുക. എന്തൊക്കെയാ ഗൗത ഈ പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ ഈ പറയുന്നത്? ഞാൻ ഇവള് മുങ്ങിയ സമയത്ത് അവിടെ തക്ക സമയത്ത് ഞാൻ എത്തി നിന്നെ സഹായിക്കുകയല്ലേ ചെയ്തത്. അപ്പം നീ നന്ദയും ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് എന്നോടല്ലേ ഗൗതം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കി ഗൗതത്തെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ഗൗതം ആരാ പോൽ സകല സത്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ ഗീതുവിനെയും ഗീതുവിൻ്റെ കെട്ടിയോനെയും ഒക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നിനക്കിനി ഒരാളെ കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗീതുവിൻ്റെ ഭർത്താവിനെ വിളിക്കുകയാണ് ഗൗതം. അങ്ങനെ അവനും കൂടി വന്നു. കാര്യങ്ങൾ മുഴുവനും നമ്മുടെ പിങ്കിക്ക് മനസ്സിലായി. പിങ്കി പെട്ടുവെന്ന് പിങ്കിക്ക് മനസ്സിലായി. അങ്ങനെ അവൾ അവിടെ നിൽക്കുക. ഈ മേഡമാണ് ഡോക്ടറിന്റെ വേഷത്തിൽ വന്നിട്ട് ആ ലാബിൽ വെച്ചിട്ട് മനഃപൂർവ്വം ഞങ്ങളെ താമസിപ്പിച്ചത്. എന്തായാലും ഇതിനൊക്കെ പിന്നി കളിച്ച പിങ്കി നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം കലി പൂണ്ട് അവിടുന്ന് പോവുക. പിങ്കിക്ക് മനസ്സിലായി തൻ്റെ രാമേശ്വരം ട്രിപ്പ് പോലും ക്യാൻസൽ ആകുമെന്ന്. അങ്ങനെ അവൾ നമ്മുടെ ഗൗതത്തിനോട് പറഞ്ഞു, ഗൗതം എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യില്ലേ? ഈ കാര്യങ്ങളൊന്നും നന്ദ അറിയരുത്. നന്ദ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞ് എന്നെ അധിക്ഷേപിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴും നിനക്ക് നന്ദയെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നീ ഈ ഒരു സ്വഭാവം കാണിക്കുന്നത്. ഇതിനൊന്നും സ്നേഹവും നല്ല പിങ്കി പറയേണ്ടത്, ഇതിന് ഭ്രാന്തെന്ന് തന്നെയാ പറയേണ്ടതെന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം അവിടുന്ന് ദേഷ്യപ്പെട്ട് പോരുകയാണ്. ഈ സമയം ലക്ഷ്മിയും അതുപോലെ തന്നെ മഹിയും കൂടി മക്കള് വരുന്നില്ലല്ലോ എന്നുള്ള കാര്യവും സംസാരിച്ചുകൊണ്ട് അവരവിടെ അങ്ങനെ ഇരിക്കുക. ആ സമയമാണെങ്കിലോ നമ്മുടെ ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ലെന്നേ, മക്കൾ വരുന്ന സമയം അതൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത ടെൻഷനാണ്. എൻ്റെ പൊന്നു ലക്ഷ്മി, മക്കള് കുഞ്ഞു പിള്ളേരൊന്നും അല്ലല്ലോ, അവർ സ്കൂളിലൊന്നും അല്ലല്ലോ പോയിരിക്കുന്നത്. അവർ പോയി മടങ്ങി വരട്ടെ, അതുവരെ നീ ഒന്ന് ആശ്വസിക്ക്. അതൊക്കെ മഹിയേട്ടന് പറയാം, പക്ഷേ എൻ്റെ ചങ്കിൽ തീയാണെന്നും പറഞ്ഞ് ലക്ഷ്മി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൗതവും നന്ദയും അതുപോലെ പിങ്കിയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പം ഇവരെ കണ്ടതും പെട്ടെന്ന് തന്നെ എന്താ പിങ്കി മോളുടെ മുഖത്ത് ഒരു വിഷമം പോലെയാണല്ലോ എന്ന് മഹി ചോദിക്കുക. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ പിങ്കി ദേഷ്യം പിടിച്ചതുപോലെ അകത്തോട്ട് കയറി പോവുക. അപ്പോഴാണെങ്കിലോ ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്താ പറ്റിയത്? അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ഒന്നുമില്ല, അവളുടെ രാമേശ്വരം ട്രിപ്പ് അത് ക്യാൻസലായി. രാമേശ്വരം ട്രിപ്പ് ക്യാൻസലായിരുന്നോ? അതെന്താ സംഭവിച്ചത്? അതൊന്നും പറയണ്ട. അവള് രാമേശ്വരത്ത് പോകാൻ വലിയ പ്ലാനൊക്കെ ഇട്ടതാണല്ലോ. അത് ഇന്നത്തെ ചില ഡിസ്കഷനുകളോടുകൂടി ആ പരിപാടി അങ്ങ് ക്യാൻസൽ ചെയ്തു. അതിൻ്റെ ഒരു വിഷമം അവൾക്കുള്ളത്. അതെന്താ മോനെ, അവൾ ഇത്ര ആഗ്രഹിച്ചു പറഞ്ഞതല്ലായിരുന്നോ? നിനക്ക് അവളെ ഒന്ന് കൊണ്ടുപോകാമായിരുന്നു എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി പറയുക. അതിന് പിന്നിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ഒന്ന് റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നന്ദയും കൂട്ടിയിട്ട് ഗൗതം റൂമിലേക്ക് പോവുക. ഈ സമയമാണെങ്കിൽ പവിത്ര കുറ്റബോധത്തോടുകൂടി മനസ്സ് നീറി നിൽക്കുക. അങ്ങനെ കിടന്നുറങ്ങുന്ന നമ്മുടെ അരുണിന്റെ അടുത്ത് വന്നിട്ട് അരുണിന്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുക പവിത്ര. അപ്പൊ ഇവളുടെ ഈ ഒരു കരച്ചിലും കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഉറക്കത്തിന്ന് അരുൺ എഴുന്നേറ്റു. അതിനുശേഷം പവിത്രയോട് ചോദിച്ചു, എന്താ പവിത്ര, എന്താ പറ്റിയത്? നീ എന്തിനാ എൻ്റെ കാലിൽ പിടിച്ച് കരയുന്നത്? അരുണേട്ട, ഇനി ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ. അരുണേട്ട, നമ്മുടെ ബന്ധം നമുക്ക് വേർപെടുത്താമെന്നും പറഞ്ഞ് അരുണിനോട് അവൾ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴും പവിത്ര എന്തൊക്കെയോ ചില തെറ്റുകൾ ചെയ്തെന്ന് നമ്മുടെ അരുണിനും മനസ്സിലാകുകയാണ്. അങ്ങനെ റൂമിൽ ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ നന്ദയുടെ അടുത്തേക്ക് പിങ്കിയുടെ ചിറ്റ വരികയാണ്.
ചില കാര്യങ്ങളൊക്കെ ചോദിക്കണം. തൻ്റെ മോളുടെ ചില പ്ലാനുകളും പദ്ധതികളും ഈ നന്ദയാണ് പൊളിച്ചടുക്കിയത് എന്നുള്ളൊരു ദേഷ്യമാണ് ആ ചിറ്റയ്ക്കുള്ളത്. അങ്ങനെ ചിറ്റ വന്നിട്ട് നമ്മുടെ നന്ദയോട് പറഞ്ഞു, ഡീ നീ എത്രയൊക്കെ അങ്ങ് വലിയ പുള്ള കളിച്ചാലും ഒരു കാരണം വെച്ചാലും നീ എൻ്റെ പിങ്കി മോളുടെ 7 അയലക്കൊത്ത് വരില്ല. ദേ അവളും അതുപോലെ തന്നെ ഗൗതവും കൂടി രാമേശ്വരത്ത് പോകാനായിട്ട് പ്ലാൻ ഇട്ടതൊക്കെ നീ കാരണമല്ലേടി തകർന്നത്. നിനക്ക് എന്തിനെങ്കിലും ഒരു കഴിവുണ്ടോ? ഇത്രയും കാലമായി അവനൊരു കുഞ്ഞിനെ പോലും നൽകാനുള്ള കഴിവ് നിനക്കില്ലല്ലോ. പിന്നെ നീ ആ ഗീതുവിനെ കണ്ടെത്തിയത് നിന്നെക്കാട്ടിലും താഴ്ന്നതും അതുപോലെ തന്നെ നിന്നെക്കാട്ടിലും കുറച്ച് സൗന്ദര്യം കുറഞ്ഞതും ആയതുകൊണ്ടല്ലേ നീ ആ ഗീതുവിനെ തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ എൻ്റെ പിങ്കി മോളാണ് ആ സറോഗസിക്ക് തയ്യാറായി വന്നത്. അവളുണ്ടല്ലോ, അവള് ഈ വീട്ടിലെ മുത്താണ് എന്നൊക്കെ പറഞ്ഞ് അവളെക്കാട്ടിലും നന്ദയെക്കാട്ടിലും എന്തുകൊണ്ടും വലുത് ദേ പിങ്കി തന്നെയാണെന്നും ഒക്കെ ഈ ചിറ്റ നിന്ന് പറയുക. ഒരു കുഞ്ഞിനെ സ്വന്തം ഭർത്താവിന് കൊടുക്കാൻ കഴിയാത്ത നീ ഒരു സ്ത്രീ ആണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ നന്ദയെ വളരെ മോശമായ രീതിയിലൊക്കെ ആ ചിറ്റ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിറ്റ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും പിങ്കിയെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നൊക്കെ നന്ദ പറയുന്നുണ്ടെങ്കിലും ഈ പെണ്ണുപിള്ളയാണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ നമ്മുടെ നന്ദയുടെ നേരെ ചെല്ലുകൊണ്ടിരിക്കുക. അപ്പം ഇവരിതൊക്കെ പറഞ്ഞ് തിരിഞ്ഞിങ്ങനെ വന്നതും ലക്ഷ്മി അമ്മയുടെ മുന്നിലാണ് വന്ന് പെടുന്നത്. ലക്ഷ്മി അമ്മയാണെങ്കിലും കഴിഞ്ഞോ, ഗിരിജയുടെ സംസാരമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ച് ഗിരിജയെ ഇങ്ങും വളഞ്ഞു. ഗിരിജയാണെങ്കിലും പെട്ടു എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ ലക്ഷ്മിക്ക് മുന്നിൽ നിൽക്കുക. അതെ, നിങ്ങളുടെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ ആ നിൽക്കുന്ന നന്ദയ്ക്ക്, എന്നിട്ട് നിങ്ങൾ എത്ര മോശമായിട്ടാണ് അവളുടെ അടുത്ത് സംസാരിച്ചത്. എന്തായാലും നിങ്ങൾ ദേ ആദിത്യ മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം തന്നെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തത്. നന്ദയുടെ സ്ഥാനത്ത് ഈ ഞാനെങ്ങാനും ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ കൈ ഇപ്പം നിങ്ങളുടെ മുഖത്ത് പതിഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ ഉള്ള ദേഷ്യം മുഴുവനും ഗിരിജയുടെ അടുത്ത് തീർക്കുക. അതെ, കന്യാകുമാരിക്കോ ചെന്നൈക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ വന്ന വഴി തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ ഇവിടുന്ന് പോയിക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗിരിജത തോറ്റു തുന്നം പാടി അവിടുന്ന് പോകുന്ന സമയമാണെങ്കിലോ നന്ദയെ ചേർത്ത് പിടിച്ച് ലക്ഷ്മിയമ്മ ആശ്വസിപ്പിക്കുക. എൻ്റെ മോൾ വിഷമിക്കേണ്ട, എൻ്റെ മോൾക്ക് ഒരു ദിവസം വരും, അന്ന് ഇവരെല്ലാവരും മോളുടെ ഒപ്പം ഉണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞു. എന്നാലും അമ്മ ഗിരിജാൻറ്റിയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നും പറഞ്ഞ് നന്ദ ഇങ്ങനെ ലക്ഷ്മിയുടെ അടുത്ത് സംസാരിച്ചതും, മോളെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കേട്ട് പ്രതികരിക്കാതെ നിന്നാൽ അത് ശരിയാവില്ലല്ലോ. അങ്ങനെ ആ അമ്മ തൻ്റെ മരുമോളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം എല്ലാ പദ്ധതികളും നശിച്ച് നാറാണക്കല്ല് പിടിച്ച് നമ്മുടെ പിങ്കി കൊച്ചമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇനി എന്താ ഒരു അടുത്ത വഴി. അപ്പം ഇവള് നമ്മുടെ ആ ഒരു ഗൗതം അവിടെ വെച്ച് ഇവളുടെ ഈ ഒരു നാടകം പൊളിച്ചെടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് തല പുകഞ്ഞിരിക്കുമ്പോൾ ചിറ്റ ബാക്കിൽ വന്ന് നിന്ന് ടാബ്ലോ കളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കേ.